أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين. والخامسة أن لعنة الله عليه إن كان من الكاذبين. ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين. والخامسة أن غضب الله عليها إن كان من الصادقين. ولولا فضل الله عليكم ورحمته وأن الله تواب حكيم. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുന്നൂർ പ്രകാശം എന്ന പേരുള്ള ഈ സൂറത്തിൻ്റെ 6 മുതൽ 10 കൂടി 5 ആയത്തുകളാണ് ഓതി വച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം 4 ശഹാദാത്തിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യമാരെ പറ്റി ആരോപണം ഉന്നയിക്കുന്നവർ. വലം യകുല്ലഹും ശുഹദാഉ, അവർക്കാകട്ടെ സാക്ഷികളില്ല. ഇല്ല അൻഫുസുഹും, അവർ അല്ലാതെ. സ്വന്തം ഭാര്യമാരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടത്തുകയും അവർക്ക് അവരല്ലാതെ മറ്റ് സാക്ഷികൾ ഇല്ലാതെ വരികയും ചെയ്താൽ ഫശഹാദത്തു അഹദിഹിം, അപ്പോൾ അവരിൽ ഒരാൾ സാക്ഷ്യം പറയട്ടെ, സത്യം ചെയ്ത് പറയട്ടെ. 4 ഷഹാദാത്തിൻ ബില്ലാഹി, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് 4 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട് സാക്ഷ്യം പറയട്ടെ, സത്യം പറയട്ടെ. ഇന്നഹു ലമിന സ്വാദിഖീൻ, തീർച്ചയായും അവൻ സത്യവാന്മാരിൽപ്പെട്ടവനാണ് എന്ന്. അള്ളാഹുവിനെ മുൻനിർത്തി 4 പ്രാവശ്യം സത്യം ചെയ്ത് പറയണം, ഞാൻ സത്യവാന്മാരിൽപ്പെട്ടവനാണ് എന്ന്. വൽ ഖാമിസത്തു, 5-ാമത്തെ പ്രാവശ്യം അവൻ പറയണം, അന്ന ലഅനത്തുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ ശാപം അവൻ്റെ പേരിൽ ഉണ്ടായിക്കൊള്ളട്ടെ. ഇൻകാന മിനൽ കാദിബീൻ, അയാൾ പറയുന്നത് കളവാണ് എങ്കിൽ, ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് 5-ാമത്തെ പ്രാവശ്യം അയാൾ പറയണം. വയദ്റഉ അൻഹൽ അദാബ, അവളിൽ നിന്ന് വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അവളിൽ നിന്ന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. അന്തഷ്ഹദ, അവൾ സത്യം ചെയ്ത് പറഞ്ഞാൽ 4 ഷഹാദാത്തിൻ ബില്ലാഹി, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് 4 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ട്. അവളുടെ അടുത്ത് നിന്ന് വ്യഭിചാരത്തിനുള്ള ശിക്ഷ ഇല്ലാതെയാകും. അവൾ അള്ളാഹുവിനെ മുൻനിർത്തി 4 പ്രാവശ്യം സത്യം ചെയ്ത് പറഞ്ഞാൽ ഇന്നഹു ലമിനൽ കാദിബീൻ, അവൻ കള്ളം പറയുന്നവരിൽപ്പെട്ടവനാണ്, അവൻ പറയുന്നത് കള്ളമാണ് എന്ന്. വൽ ഖാമിസത്ത, 5-ാമത്തെ പ്രാവശ്യം അവൾ പറയണം, അന്ന ഗളബല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ കോപം അവളുടെ മേൽ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന്. ഇൻകാന മിന സ്വാദിഖീൻ, അവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് 5-ാമത്തെ പ്രാവശ്യം അവൾ സത്യം ചെയ്ത് പറയണം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഫള്, അള്ളാഹുവിൻ്റെ ഔദാര്യം
ഇല്ലായിരുന്നുവെങ്കിൽ അലൈക്കും നിങ്ങളുടെ മേൽ വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ ഔദാര്യവും നിങ്ങളുടെ മേലില്ലായിരുന്നെങ്കിൽ നിങ്ങളെപ്പോഴേ നശിച്ചു പോകുമായിരുന്നു. വഅന്നല്ലാഹ തീർച്ചയായും അള്ളാഹു തവ്വാബിൻ തൗബ സ്വീകരിക്കുന്നവനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, ഹക്കീം യുക്തിമാനുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരാൾ ഉവൈമിർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തൻ്റെ ഭാര്യയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പറയുകയുണ്ടായി, എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധങ്ങളുണ്ട് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരുത്താൻ ശ്രമിച്ചപ്പോഴെല്ലാം അയാൾ ഉറപ്പിച്ച് പറഞ്ഞു. ആ സമയത്താണ് ഈ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത്. അതായത് സ്വന്തം ഭാര്യയെക്കുറിച്ച് ഈ വ്യഭിചാരാരോപണം നടത്തുകയും അവരല്ലാതെ മറ്റൊരു സാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്താൽ അവിടെ ഫഷഹാദത്തു അഹദിയും അർബ ഷഹാദാത്തിൻ ബില്ലാഹ് 4 പ്രാവശ്യം അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്ത് പറയണം. ഇന്നഹു ലമിന സ്വാദിഖീൻ, അവൻ സത്യമാണ് പറയുന്നതെങ്കിൽ. ഈ ഉവൈമിറിനെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറയിപ്പിച്ചത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് സത്യം ചെയ്ത് പറയാൻ പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന് 4 പ്രാവശ്യം പറയാൻ പറഞ്ഞു. അയാൾ അപ്രകാരം പറഞ്ഞു. അതിൽ തീർന്നില്ല. 5-ാമത്തെ പ്രാവശ്യം വൽ ഖാമിസത്തു, 5-ാമത്തെ പ്രാവശ്യം അന്ന ലഅനത്തുല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, അയാൾ പറയുന്നത് കളവാണ് എങ്കിൽ അയാളുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിക്കൊള്ളട്ടെ എന്നുകൂടി അയാൾ പറയണം. ഒരുവിധം ഉറപ്പില്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. സ്വന്തം ആത്മാവിൻ്റെ മേൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങട്ടെ എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല. എന്നാൽ അതുകൂടി അവിടെ പറഞ്ഞാലേ അയാളുടെ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ഭാര്യയെക്കുറിച്ചാണെങ്കിലും അപവാദ പ്രചരണം നടത്തിയതിന് അയാൾക്ക് 80 അടി കിട്ടും. അപ്പോൾ ഭാര്യയെ സംബന്ധിച്ചാകുമ്പോൾ വേറെ ആൾക്കാരും കണ്ടിട്ടില്ല, അവർ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ ഇങ്ങനെ ഒരു വഴിയല്ലാതെ മറ്റ് മാർഗമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഉവൈമിർ അത് പറഞ്ഞു, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിക്കൊള്ളട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് പറയുന്നു എതിർവാൻഹൽ അദാബ, അവളിൽ നിന്ന് ശിക്ഷ ഒഴിഞ്ഞു കിട്ടും. കാരണം ഇയാൾ പറയുന്നതോടുകൂടി പിന്നെ അവൾ ശിക്ഷക്ക് കാരണമായി മാറും. ആ സമയത്ത് അവളിൽ നിന്ന് ശിക്ഷ ഒഴിവാവും. അന്ത ഷഹാദാത്തിൻ ബില്ലാഹ്, 4 പ്രാവശ്യം സത്യം ചെയ്ത് പറയാം. ഇന്നഹു ലമിനൽ കാദിബീൻ, അവൻ പറയുന്നത് കളവാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനാണ് എന്ന്. ഈ ഉവൈമിറിൻ്റെ ഭാര്യ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് പറഞ്ഞു. അവൻ പറഞ്ഞത് കളവാണ്, കളവാണ്, കളവാണ് എന്ന് 4 പ്രാവശ്യം പറഞ്ഞു. സത്യം, സത്യം, സത്യം എന്ന് പറഞ്ഞു. മാത്രമല്ല വൽ ഖാമിസത, 5-ാമത്തെ പ്രാവശ്യം അവളെ കൊണ്ട് പറയാൻ പറഞ്ഞു. അന്ന ഗളബല്ലാഹി അലൈഹ, അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിക്കൊള്ളട്ടെ അവളുടെ മേൽ. ഇൻ കാന മിന സ്വാദിഖീൻ, അവൻ പറയുന്നതാണ് സത്യമെങ്കിൽ. അവൻ പറയുന്നത് ഈ സ്ത്രീ പിഴച്ചവളാണ് എന്നാണ്, അത് ശരിയല്ല എന്ന് അവൾ പറയുകയും ആ പറയുന്നത് സത്യമാണ് എങ്കിൽ എൻ്റെ മേൽ, ഈ സ്ത്രീയുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് പറയാനും പറഞ്ഞു. അവരപ്രകാരം പറഞ്ഞു. അപ്പോൾ ഉവൈമിറും പറഞ്ഞു ഞാൻ പറയുന്നതാണ് സത്യമെന്ന്, ഉവൈമിറിൻ്റെ ഭാര്യയും പറഞ്ഞു ഞാൻ പറയുന്നതാണ് സത്യമെന്ന്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ശാപവും അള്ളാഹുവിൻ്റെ കോപവും ഒക്കെ ഞങ്ങൾ പറയുന്നതിൻ്റെ എതിരാണ് എങ്കിൽ ഞങ്ങളുടെ പേര് ഉണ്ടായിക്കൊള്ളട്ടെ എന്നവർ ഏറ്റെടുക്കാനും തയ്യാറായി. പിന്നീട് അവിടെ ആ 2 വിവാഹവും 2 ആളുകൾ തമ്മിലുള്ള വിവാഹം അവിടെ വെച്ച് തീർക്കണം. അവരോട് ഇനി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്നും നിങ്ങൾ ത്വലാഖ് ആയിരിക്കുന്നു എന്നും പറഞ്ഞവരെ പിരിക്കുകയാണ് ചെയ്തത്. അതല്ലാതെ അവരെ സ്വന്തം ജീവിക്കാൻ, ഇനി ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല എന്ന വിധിയാണ് അവിടെ കൊടുത്തത്. മറ്റുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ അള്ളാഹു പരലോകത്ത് അവർക്കുള്ള ശിക്ഷ നൽകും. ഏതോ ഒരാൾ പറഞ്ഞത് സത്യമല്ലല്ലോ, അവർക്ക് അള്ളാഹു അതിനനുസരിച്ച് ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അടുത്ത ആയത്തിൽ പറയുന്നത് വലൗലാ ഫളലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ ഫളൽ,
അള്ളാഹുവിൻ്റെ ഔദാര്യം. അതുപോലെ തന്നെ വറഹ്മത്തുഹു, അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങൾക്ക് മേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആകെ കുഴപ്പത്തിലാകുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, കാരണം ആ സ്ത്രീക്ക് എതിരായിട്ട് നടപടി സ്വീകരിക്കുന്നില്ല, ആ പുരുഷനെതിരായും നടപടി സ്വീകരിക്കുന്നില്ല. കാരണം അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തതുകൊണ്ടും പറയുന്നത് എതിരാണ് എങ്കിൽ ഞങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ ശാപവും കോപവും ഒക്കെ ഉണ്ടായിക്കൊള്ളട്ടെ എന്ന് അവരെ ഏറ്റെടുക്കാൻ തയ്യാറാവുകയും ചെയ്തതുകൊണ്ട് അള്ളാഹിൻ്റെ കോപം വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ ശാപം വന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതും ഭാര്യയ്ക്കും ഭർത്താവിനും ശരിയായ ബോധ്യം വേണം. അതുണ്ടായിക്കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾ അത് പറയുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യവും അതുപോലെ തന്നെ റഹ്മത്തും ഒന്നും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പറ്റെ കുഴപ്പത്തിലാകുമായിരുന്നു. നിങ്ങൾക്കിതിന് വഴിയൊന്നും തേടാൻ സാധ്യമാകുമായിരുന്നില്ല. വഅന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തൗബ സ്വീകരിക്കുന്നവരാണ്. നിങ്ങൾക്ക് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. ഹക്കീം, യുക്തിമാനുമാണ്. വളരെ യുക്തമായ നടപടിയിലൂടെയാണ് അള്ളാഹു ഈ കാര്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. ഈ നിയമവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.